ഈ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വലിയ മലക്കം മറിച്ചിലാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനത്തിൽ വന്ന ആ ഒരു നാടകീയ മാറ്റം. 2015 ഭയങ്കര ശത്രുതയിലായിരുന്നല്ലോ. അതെ. ഇപ്പൊ 2025 ആയപ്പോഴേക്കും വാനോളം പുകഴ്ത്തുന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ? ഇതാണ് നമ്മൾ ഈ ഡീപ് ഡൈവിൽ നോക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ടുകൾ വെച്ച് നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം. തീർച്ചയായും ഇത് വെറുതെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നം തീർക്കലല്ല. ഇതില് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, പിന്നെ ഈ ജാതി സമുദായ കാര്യങ്ങളൊക്കെ എത്ര പ്രധാനമാണെന്നുള്ളത് അതൊക്കെ വരുന്നുണ്ട്. ശരിയാണ്. പിന്നെ LDF സർക്കാരിന്റെ CPMന്റെ ആ മതേതര നിലപാടുകൾ, അതെല്ലാം ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ആദ്യം ആ 2015 പോയി നോക്കാം, അല്ലേ? അന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞത് എന്തൊരു വിമർശനമായിരുന്നു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ. RSSന്റെ നാവ് കടമെടുത്തയാൾ എന്ന് പറഞ്ഞു. അതെ, ഓർക്കുന്നുണ്ട്. പിന്നെ പ്രവീൺ തൊഗാഡിയോട് ഉപമിച്ച് കേരളത്തിലെ തൊഗാഡിയ എന്ന് വിളിച്ചു. ഈ കേരളത്തിന്റെ മുന്നിൽ തൊഗാഡിയെ ഒരു അവതാര പുരുഷനായി അവതരിപ്പിക്കാൻ ആര് മെനക്കെട്ടാലും അത് കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. തൽക്കാലം കാര്യസാധ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നാലെ പോകുന്നവര് കേരളീയ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ മതപരമായ വേർതിരിവിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് RSS. അതിൽ ഏറ്റവും തീവ്രമായ വിഭാഗമാണ് വിശ്വ ഹിന്ദു പരിഷത്ത്, സംഘപരിവാറിലെ ഓരോ സംഘടനയും. അവരെയും കൂടെ കൂട്ടി ശ്രീനാരായണ ധർമ്മം കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ യഥാർത്ഥ ശ്രീനാരായണീയർ എന്താ അങ്ങോട്ട് പറയാ ചെയ്യാ എന്നുള്ളത് സ്വയമേവ അനുഭവിച്ചുകൊള്ളണം. വർഗീയ വിഷം പ്രസംഗിക്കുന്നു എന്നൊക്കെ വളരെ കടുത്ത വാക്കുകളായിരുന്നു. ശരിയാണ്. അന്ന് വെള്ളാപ്പള്ളി BJPയോട് അടുക്കുന്നതും ആ BDJS പാർട്ടി ഉണ്ടാക്കാൻ നോക്കുന്ന സമയമായിരുന്നു. അതെ, അതായിരുന്നു അന്നത്തെ പശ്ചാത്തലം. മാത്രമല്ല, ആ മൈക്രോ ഫിനാൻസ് കേസിൽ VS അച്യുതാനന്ദനൊരു നിലപാടെടുത്തപ്പോ പിണറായി അതിന് നല്ല പിന്തുണ കൊടുക്കുകയും ചെയ്തു. ശരിയാണ്. അപ്പൊ അന്നത്തെ CPM തന്ത്രം വളരെ വ്യക്തമായിരുന്നു. വെള്ളാപ്പള്ളിയെ ഒരു വർഗീയവാദിയായിട്ടിങ്ങനെ ചിത്രീകരിച്ച് ഈഴവ സമുദായത്തിലേക്ക് BJP വരുന്നത് തടയുക. അതോടൊപ്പം പാർട്ടിയുടെ ആ ഒരു സെക്യുലർ മുഖം അതും നിലനിർത്തണം, ന്യൂനപക്ഷ വോട്ടുകളും ഉറപ്പിക്കണം. അതായിരുന്നു അന്നത്തെ ഒരു പ്ലാൻ. എന്നാൽ ഒരു 10 വർഷം കഴിഞ്ഞു, 2025 ഏപ്രിൽ. അതെ. അപ്പൊ കഥ മൊത്തം മാറി. വെള്ളാപ്പള്ളി SNDP ജനറൽ സെക്രട്ടറി ആയിട്ട് 30 വർഷം തികഞ്ഞ ഒരു ചടങ്ങ്. ആ ചടങ്ങില് അവിടെ പിണറായി വിജയൻ അതിഥിയായിട്ടെത്തുന്നു. എന്നിട്ട് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുകയാണ്. അതെ, വാനോളം പുകഴ്ത്തി. ഇതില് ഒരു വസ്തുത അനിഷേധ്യമായ കാര്യമാണ്. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP. വ്യവസായമായാലും വിദ്യാഭ്യാസമായാലും മറ്റ് സാമൂഹിക നവീകരണ പ്രവർത്തനങ്ങളായാലും അവയിലെല്ലാം SNDP യോഗം വഹിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം. അസാധാരണ കർമ്മശേഷി, മികച്ച സംഘാടകൻ, നേതൃപാടവം എന്നൊക്കെ. ശരിയാണ്. ഈഴവ സമുദായത്തിന് വെള്ളാപ്പള്ളി ഒരു ആത്മവിശ്വാസം കൊടുത്തു. മഹാകവി കുമാരനാശാന് പോലും പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതെ, അത് വളരെ ശ്രദ്ധേയമായൊരു മാറ്റമാണ്. മുമ്പ് വർഗീയവാദി എന്ന് വിളിച്ച ആളെ ഇപ്പോ ഒരു സമുദായ നേതാവ്, സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. അതെ, കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ കുമാരനാശാനുമായി താരതമ്യം ചെയ്തത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് ഈഴവ സമുദായത്തിന്റെ ആ ഒരു വികാരങ്ങളെ, സാംസ്കാരിക തലങ്ങളെയൊക്കെ ഒന്ന് തൊടാനും CPMുമായിട്ടൊരു പുതിയൊരു അടുപ്പമുണ്ടാക്കാനുമുള്ള ശ്രമമാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ആ പഴയ പ്രത്യയശാസ്ത്രപരമായ ഒരു കടും പിടുത്തത്തിൽ നിന്നും മാറി കുറച്ചുകൂടി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് വരുന്നതിന്റെ സൂചനയാണ്. അതെ, ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്.
ഇതേ വേദിയിൽ വെച്ച് തന്നെ പണ്ട് വലിയ വിവാദമായ വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസംഗമില്ലേ? ഓ ഉണ്ട്. അതിനെ പിണറായി വിജയൻ ന്യായീകരിക്കാൻ നോക്കി. അതും ശ്രദ്ധേയമായി. മലപ്പുറം ഒരു പ്രത്യേക രാജ്യം പോലെയാണെന്നും മുസ്ലിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു, ഈഴവർക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയായിരുന്നല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞത്. അതായിരുന്നു അതിന്റെ ഒരു കാതല്. പക്ഷെ പിണറായി പറഞ്ഞത് അത് ഏതെങ്കിലും മതത്തിനെതിരല്ല, അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായ വിമർശനം മാത്രമായിരുന്നു, അത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ്. ആ പ്രസംഗത്തെ അങ്ങനെ ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമാക്കി മാറ്റുന്നത് ശരിക്കും ഒരു തന്ത്രപരമായ നീക്കമാണ്. കാരണം അത് CPM-ന് വെള്ളാപ്പള്ളിയുമായിട്ട് സഹകരിക്കാൻ ഒരു കാരണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് വേറെ പ്രശ്നങ്ങളുണ്ട്. അതെ, അതിൻ്റെതായ അപകടങ്ങളുണ്ട്. പാർട്ടിയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഇതൊരു അസ്വസ്ഥതയുണ്ടാക്കാം. ശരിയാണ്. പാർട്ടിയുടെ ആ മതേതരത്വം എന്നൊക്കെ പറയുന്നതിൽ ചില ചോദ്യങ്ങൾ വരാം. തീർച്ചയായും. ആ പ്രസംഗം അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നല്ലോ. ചിലരതിനെ ഇസ്ലാമോഫോബിക് എന്നൊക്കെ പറഞ്ഞു. ദാമോദർ പ്രസാദിനെ പോലുള്ളവർ, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ ലീഗിനെതിരായ വിമർശനമായിട്ടും കണ്ടു. അതെ, പല അഭിപ്രായങ്ങളും വന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായില്ലേ? KT കുഞ്ഞിക്കണ്ണനെ പോലുള്ളവർ വിമർശിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഉണ്ടായി, തീർച്ചയായും. CPM-നുള്ളിൽ തന്നെ ഇതിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. KT കുഞ്ഞിക്കണ്ണനൊക്കെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെയും പിന്നെ അതിനെ ഈ രീതിയിൽ ന്യായീകരിക്കുന്നതിനെയും പരോക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെയും SNDP-യുടെയും ആ ഒരു പിന്തുണ അത് പാർട്ടിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണിതൊരു. ശരിക്കും ഒരു രാഷ്ട്രീയ കണക്കൂട്ടലാണ്. അപ്പോ എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യം, എന്താണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ? 2024-ലെ ലോക്സഭാ ഇലക്ഷൻ ഫലം അതൊരു പ്രധാന കാരണമല്ലേ? അതെ. LDF-ന് വലിയ തിരിച്ചടിയായിരുന്നു. പോരാത്തതിന് BJP തൃശൂരിൽ ജയിക്കുകയും ചെയ്തു. നിസ്സംശയമായും ആ 2024-ലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രധാന കാരണം തന്നെയാണ്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ LDF-ൽ നിന്ന് ഒരുപാട് അകന്നുപോയി എന്നൊരു വിലയിരുത്തലുണ്ട്. ശരിയാണ്. അതേസമയം കേരളത്തിലെ വലിയൊരു വോട്ട് ബാങ്ക് ആണല്ലോ ഈഴവ സമുദായം. അവിടെയാണെങ്കിൽ BJP കുറച്ചുകൂടി സ്വാധീനമുണ്ടാക്കുന്നു എന്നൊരു പേടിയും CPM-നുണ്ട്. അപ്പോ ഈ പോയ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരു പരിധിവരെ പകരം വെക്കാൻ ഈഴവ വോട്ടുകൾ കൂടെ നിർത്തുക, BJP-യെ തടയുക, പിന്നെ വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അതിനൊക്കെ ഒരുങ്ങുക. അതെ, അതിനൊക്കെ ഒരുങ്ങുക. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലൊരു കണക്കുകൂട്ടലെന്ന് വേണം കരുതാൻ. മാത്രമല്ല, അതേ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും എന്ന്. ആ പ്രവചനം. അതെ, ആ പ്രവചനം ഈ പുതിയൊരു ധാരണയുടെ ഭാഗമായിട്ട് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഈ ഡീപ് ഡൈവ് നമ്മളോട് പറയുന്നത് പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ പഴയ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തമൊക്കെ മാറി കുറച്ചുകൂടി പ്രായോഗികമായി. അതെ, കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പ് തോൽവികൾ, പിന്നെ BJP വളരുന്നു എന്ന പേടി, കേരളത്തിലെ ഈ മാറുന്ന ജാതി സമുദായ സമവാക്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. തീർച്ചയായും ഈ പുതിയൊരു അടുപ്പം ഇത് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സഖ്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിന്റെ ആ മതേതര നിലപാടിനെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ വരും. വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു ബാർഗെയിനിങ് പവർ അത് കൂടും. ശരിയാണ്. പക്ഷെ CPM-ന് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഈഴവ വോട്ടുകൾ അടുപ്പിക്കാൻ നോക്കുമ്പോൾ വർഷങ്ങളായി കൂടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകന്നുപോകാതെ നോക്കണം, ബാലൻസ് ചെയ്യണം. അതെ, അത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഗാമ്പിൾ തന്നെയാണ്. ഈ ഡീപ് ഡൈവ് നമ്മളിവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി തരാം. അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തില് മതേതരത്വം എന്ന വാക്കിന്, അതിന്റെ അർത്ഥത്തിന്, അതിന്റെ പ്രയോഗത്തിന് വരും വർഷങ്ങളിൽ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? വെള്ളാപ്പള്ളി നടേശന്റെ മോഹമോ RSSന്റെ അജണ്ടയോ ഈ കേരളത്തിൽ നടപ്പാകാൻ പോകുന്നില്ല. ഇവിടെ ചിന്തിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഈ അജണ്ടയൊന്നും നമ്മുടെ മണ്ണിൽ ചെലവാകില്ല. ഇവിടെ ഒരു കാര്യം നാം കാണണം.